ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ മൈൻഡ് എപ്പോഴും ഫ്രഷ് ആയിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? ഹെൽത്തി ഫുഡ്, എക്സസൈസ്, മെഡിറ്റേഷൻ, യോഗ ഇതെല്ലാം ആയിരിക്കും ഒരു പക്ഷേ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടാവുക. ഇതൊരു ഭാഗം മാറ്റി വെച്ചിട്ട് നമ്മളൊരു മനുഷ്യൻ എന്ന നിലയിൽ ചില ക്വാളിറ്റീസ് നമുക്ക് കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒന്ന്, മറ്റുള്ളവരുടെ വളർച്ചയിൽ അസൂയപ്പെടരുത്. ആ ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ ഒരു സ്വഭാവം നിങ്ങളിൽ നിന്നും എടുത്തു മാറ്റാൻ വേണ്ടി ശ്രമിക്കുക. കാരണം എന്നെങ്കിലും ഒരു നാൾ അത് നമുക്ക് തന്നെ തിരിച്ചു ലഭിക്കും. ഇനിയിപ്പോൾ നിങ്ങൾ മറ്റാർക്കെങ്കിലും നല്ലത് വിചാരിക്കുകയാണെങ്കിൽ അതും നിങ്ങൾക്ക് തന്നെ ഒരു നാൾ തിരിച്ചു ലഭിക്കുന്നതാണ്. സോ ഈ ഒരു സിമ്പിൾ ഫാക്റ്റ് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ ശ്രമിക്കുക. 2, ആരെങ്കിലും നമ്മൾ ഒരു മാസം മുൻപോ അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് മുൻപോ 1 വർഷമോ 10 വർഷമോ എന്തിനേലും അടിയുണ്ടാക്കി തെറ്റിപ്പിരിഞ്ഞിട്ടുണ്ടാവും. അവരോട് നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ദേഷ്യവും പകയും വെറുപ്പുമൊക്കെ കൊണ്ടു നടക്കും അല്ലേ? അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഇന്ന് നിങ്ങളുടെ മനസ്സിൽ സ്ഥാനം നൽകുക. ഓർക്കുക, മനുഷ്യനാണ്, മാറും, മറക്കും, മരിക്കും അല്ലേ? സോ അവരുടെ മേലുള്ള പക നമ്മൾ ഒരിക്കലും വെച്ച് നടക്കാതിരിക്കുക. ഒരു പക്ഷേ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് നിങ്ങളുടെ മൈൻഡ് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട്. 3, നമ്മുടെ പാസ്റ്റ്, നമ്മുടെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു 10 വർഷമോ 1 വർഷം മുൻപോ അല്ലെങ്കിൽ ഇന്നലെ നടന്ന സംഭവങ്ങളോ നമ്മൾ ചിന്തിച്ചു കൊണ്ടേയിരിക്കരുത്. നമ്മുടെ ചിന്തകൾക്ക് ഒരു പവറുണ്ട് അല്ലേ? അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ നിങ്ങൾക്ക് സങ്കടം വരുമ്പോൾ നമ്മൾ വളരെ സാഡായിട്ടാവും ഫീൽ ചെയ്യുക. അതുപോലെ തന്നെ സന്തോഷമുള്ള സമയത്താണെങ്കിൽ ലൈറ്റായിട്ടാവും ആ ഒരു സന്തോഷം നമ്മൾ ഫീൽ ചെയ്യുക. സോ നമ്മൾ സാഡായിരിക്കുകയാണെങ്കിൽ ആ ഒരു ചിന്തകൾക്ക് ഒരുതരം വൈബ്രേറ്റിംഗ് ഉണ്ട്, ഒരുതരം ശക്തിയുണ്ട്. ആ സമയത്ത് നമ്മൾ എങ്ങനെ സന്തോഷിക്കണമെന്ന് ശ്രമിച്ചാലും ആ നെഗറ്റീവായ ചിന്തകൾ നമ്മെ ഡൗൺ ആക്കാൻ വേണ്ടി ശ്രമിക്കും. സോ നമ്മുടെ പാസ്റ്റ് നമ്മൾ ഒരിക്കലും ഓർക്കാൻ വേണ്ടി ശ്രമിക്കരുത്. ഇതോടൊപ്പം തന്നെ ഗുഡ് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക. ഫുഡ്, എക്സസൈസ്, സ്ലീപ്പിംഗ്, പിന്നെ നല്ല മനുഷ്യരായിട്ട് കൂട്ടുകൂടുക, ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക. ഈ പറഞ്ഞ കാര്യങ്ങളോടൊപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങളും കൂടെ ഫോളോ ചെയ്താൽ നിങ്ങളുടെ മൈൻഡും ലൈഫും ഓക്കെ ആവും. സോ താങ്ക് യു.